എന്താ സർ? ഒരു വലിയ ഓർഡറാ. പാർട്ടി ഇപ്പൊ തന്നെ മീറ്റ് ചെയ്യണം. ഊമയാണെന്ന മെസ്സേജ് കണ്ടപ്പോ സത്യത്തിൽ സങ്കടം തോന്നി. ഇത്രയും സൗന്ദര്യം തന്ന ദൈവം എന്തെങ്കിലും ഒരു കുറവ് വരുത്തില്ലേ? ഡോൺ വറി, ഫ്ലാറ്റിൽ ചെല്ലട്ടെ, നിന്നെ ഇന്ന് ഞാൻ മിണ്ടിക്കും. One minute. ഹലോ, ഐ ആം ആന്റണി. 11B-ലല്ലേ താമസം? അതെ. പരിചയപ്പെടുത്താൻ മറന്നുപോയി. വാ കരിഷ്മു, വാ വാ. ഷീ ഈസ് മൈ വൈഫ്. ശരിക്കും പേര്? കരിഷ്മ. കരിഷ്മു ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങോട്ട് വരാറില്ലേ? നമുക്ക് കാണാം. ഓക്കെ, സീ യു. ബൈ ബൈ. വാ കരിഷ്മു, വാ. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം എടുക്കാൻ മറന്നു. നന്നായി. പട്ടി കുട്ടി വല്ലതും പറഞ്ഞോ? കരിഷ്മയ്ക്ക് എന്താ ജോലി? ഊമയാണ്. അതൊക്കെ ഒരു ജോലിയാണോ ചേട്ടാ? കുട്ടിക്ക് എന്താ ജോലി? ഊമയല്ല. നല്ല ഹ്യൂമർ സെൻസ് ഡാർലിംഗ്. സ്വന്തം വൈഫായിട്ട് എന്താ കാര്യം? ഭയങ്കര നാണക്കാരിയാന്നേ. പോട്ടെ, ബൈ. കാണട്ടോ, ആ കുട്ടിക്ക് എന്റെ കരിഷ്മനെ കണ്ടിട്ട് അസൂയ. കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ കരിഷ്മു. ഡാർലിംഗ്, കൈയെടുക്കട്ടെ അമ്മായി. ആരാ? വേണ്ട. ഇങ്ങോട്ട് വാടി അലവലാതി. സത്യം പറ, അയാള് നിന്നെ എന്താ ചെയ്തേ? എന്നെന്ത് ചെയ്യാനാ? നീയല്ലേ പറഞ്ഞ അയാളൊരു പെങ്കോന്നനാന്ന്? ഞാനിവിടെ ഒരു ഡിവൈസ് വെച്ചു, അതെടുക്കാൻ പോയതാ. അത് നീ വേഷത്തിൽ പോണോ? പിന്നെ ഇതല്ലോ അയാൾക്ക് ഇഷ്ടം. എനിക്കിഷ്ടല്ല. ഇഷ്ടല്ല? പോടി അകത്ത്. എന്താ അതിനെന്താ? ഇത് CID ആണ്. അയ്യോ, എസ്കേപ്പ്. മാഡം, ആന്റണിയുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ദി ഹാർഡ് കോപ്പീസ്. ആളുടെ ക്യാരക്ടർ ഒരു പിടികിട്ടാത്തതായിരുന്നു. ഏത് സമയം ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ടായിരിക്കും. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആന്റണി ആയാലും അർജുൻ ആയാലും. പാർക്കിലും ബീച്ചിലും കോഫി ഹൗസിലും ആൻഡ്രിക്കൊപ്പം കറങ്ങി നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. Shut up! Who the hell do you think you are? എന്നെ പോലും അതിശയിപ്പിച്ച വേഗത്തില് 1-2 കേസ് ഫയലുകൾ ക്ലോസ് ചെയ്തപ്പോ ഹോക്സയുടെ ബാക്ക് ബോർഡാന്ന് തോന്നി തനിക്ക്? അതോ എന്റെ നിരീക്ഷകൾക്കപ്പുറം പോകാനുള്ള കഴിവുണ്ടെന്നോ? സോറി മാം. എനിക്കിവിടെ റോമിയോട് ആവശ്യമില്ല. തന്റെ സേവനം ഇനി ഹോക്സയ്ക്ക് വേണ്ട.
ഓൺലി ബിക്കോസ് ഓഫ് മൈ ഇൻട്രസ്റ്റ്. ഒരവസരം കൂടി ഞാൻ തരാം. ആൻഡ്രിയയുടെ കേസ് അർജുൻ അന്വേഷിക്കില്ല. ആൻഡ്രിയ ഇനി കാണാനും പാടില്ല. ചരക്കാണ് പോകാൻ പറയടോ. ഈ പ്രേമിക്കണോ എന്നുള്ള ഓളാ തീരുമാനിക്കല്. ഇത് അസൂയ. ഓക്കെന്നെ പ്രേമിക്കാൻ കിട്ടാത്തതിന്റെ അസൂയ. ഓക്ക് അങ്ങനെ ഒരാളെ പ്രേമിക്കണം നിർബന്ധം എന്നെ പ്രേമിക്കാൻ പറയും. അനക്ക് വേണ്ടി ഞാൻ അതിനും തയ്യാറാ. കമ്പനി റൂൾസ് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു. ഞാനാണ് ആ നിമിഷ രാജിക്കത്തേത് ചുരുട്ടുകുട്ടിയോളെ മോത്ത് വലിച്ചെറിഞ്ഞ് പോരേന്. അല്ല പിന്നെ എങ്ങനെ പെണ്ണുങ്ങൾ. എടാ ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ 1000 ജോലി കിട്ടും. പക്ഷെ ആൻഡ്രിയെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടുമോ? കിട്ടൂല. ഈ വാശിക്ക് ഇന്ന് തന്നെ അവളെ കല്യാണം കഴിക്കണം. നാളെ തന്നെ വേറെ ഡിറ്റക്റ്റീവ് കമ്പനി തുടങ്ങണം. മറ്റന്നാൾ എന്നെ അവളെ പൂട്ടിക്കണം. എനിക്കങ്ങോട്ട് വാശി കയറിയിട്ട് പറ്റില്ല. ഞാൻ തിരുത്തണം. തിരുത്തേ പറ്റൂ. ഓഫീസ് നോളാണ് 4 വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി കാര്യം. എടാ ആൻഡ്രിയ, എടുക്കണ്ട. ഹലോ ആൻഡ്രിയ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പ് കാണണമെന്ന് അർജുൻ പറയാൻ പറഞ്ഞു. എന്താ കാര്യം? നിങ്ങളെ ജീവിതത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് അർജുൻ എവിടെ? ഓൻ കുളിക്കുക. ആൻഡ്രിയ വിളിച്ചെന്ത് പറയണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചാ. അപ്പൊ ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പിൽ. ഓക്കെ. അങ്ങനെ ആ ബന്ധമൊന്നും കൂടി സ്ട്രോങ് ആയി. നിന്നോട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ? എടാ ഈ എത്ര നേരം ജോലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാതിരാത്രി നിന്നെ തട്ടി വിളിച്ചിട്ട് പറയും എനിക്ക് എൻ്റെ ആൻഡ്രിയ മതിയെന്ന്. അത് ഞാനൊന്നും നേരത്തെ പറയുന്നേ ഉള്ളൂ. ആ പപ്പട്ട് എന്തായി? ഭാര്യ തിരിച്ചു ചാടിയോ? പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അവള് വന്നു. എന്നിട്ട് നാറ്റിച്ചോ? മെസ്സേജിന്റെ ഭാഷ കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി ഞാനാണെന്ന്. മാപ്പ് ചോദിക്കാനാ വന്നേ. മാപ്പ് ചോദിക്കാനോ? എന്ത് മാപ്പ്? അവള് ചാടിപ്പോയില്ലേ, അവനൊരു കഞ്ചാവാ. എന്നും അവളെ തല്ലും. കോലം കണ്ട സഹിക്കില്ല. ദേഹം മുഴുവൻ കത്തിവെച്ച് വരഞ്ഞ പാട കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. സരസു, അവളൊരു പാവം. പപ്പേട്ട, സ്നേഹത്തെക്കുറിച്ച് ആളുകൾ വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷെ നിങ്ങളത് സിമ്പിളായി കാണിച്ചു തന്നു. എന്നാ ശരി. അവിനാഷേ, ഞാനിവിടെ എത്തി. ഞാൻ ഇപ്പൊ എത്തും. ഹലോ, നീ എവിടെയാ? നമുക്ക് നാളെ കാണാം. എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി. ഞാൻ അങ്ങോട്ട് പോവാ. ഓ ഗോഡ്, ആക്സിഡന്റ് ആയിരുന്നല്ലേ? അതെ, പക്ഷെ എനിക്കെന്തോ നമ്മുടെ തെരുവുകളിൽ നിത്യേന എത്ര ജീവനാ പൊലിയുന്നത്. ഇറ്റ്സ് എ ഫേറ്റ്. ഏതായാലും ഞാൻ ആ ക്ലയന്റിനെ വിളിച്ച് അന്വേഷിക്കാം. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? രാത്രിയിലായിരുന്നു. ആദ്യ ക്ലബിൽ നിന്ന് ഇറങ്ങിയതാ. റോട്ടിലേക്ക് കയറിയപ്പോ ഏതോ വാഹനം പിടിച്ച് തെറിപ്പിച്ചതാ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അതും ക്ലബിന്റെ മുന്നിൽ വെച്ചാ. ആദ്യ ക്ലബിൽ നിന്ന് ഇറങ്ങിയ റോട്ടിലേക്ക് കയറിയപ്പോ ഏതോ വാഹനം പിടിച്ച് തെറിപ്പിച്ചതാ. എടാ എവിടെയല്ലേ? നീ ഒന്ന് റെഡിയാവും. നമുക്കൊരു സ്ഥലം വരെ പോകണം. ആരാ? എന്താ?
ഞാൻ വിജയുടെ ഫ്രണ്ടാ. വിജയ് എവിടെ ഇല്ലേ? ഫ്രണ്ടോ? എന്നിട്ട് അയാൾ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? എപ്പോ? മാസം 1 ആയല്ലോ. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോയതാ. മലയുടെ മുകളിൽ ഞങ്ങളുടെ താഴേക്ക് വീണു. അമ്മേ, കുഞ്ഞിനെ ഒന്ന് എടുത്തേ. ദാ വരുന്നടി. നീ തിരിഞ്ഞു നോക്കണ്ട, ആരും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സംഭവം ഓഫീസിൽ വിളിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ മോണിറ്റർ ചെയ്ത മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. ഹലോ. ഹലോ, ആന്റണി സാറുണ്ടോ? സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാ. നാളെ വൈകുന്നേരം എത്തും. പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? സോറി. ഹലോ. അവിനാഷ്, എടാ നീ ഇപ്പൊ തന്നെ ആൻഡ്രിയുടെ അടുത്ത് പോണം. ഞാൻ വരുന്നവരെ നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഒന്ന് പോടാ. ഫ്രണ്ട്സിനായി എനിക്ക് അപ്പം വിശക്കും. ഒന്നും വേഗം പോ. നിങ്ങളിങ്ങനെ കൂടെ കൂടെ വിളിച്ചോണ്ടിരുന്നത് എന്താ കാര്യം? മാം, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എനിക്ക് പുള്ളിയോട് സംസാരിച്ചേ പറ്റൂ. സാർ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, നിങ്ങൾ എന്നെ നമ്പർ നോട്ട് ഡൗൺ ചെയ്യൂ. ആ, പറയൂ. ഹലോ. ഹലോ, നിങ്ങൾ ആരാണ്? അർജുൻ. എൻ്റെ ഫോണിൽ ഈ നമ്പറിൽ നിന്ന് ഒരുപാട് മിസ് കോൾ അലർട്ട്സ് കിടപ്പുണ്ടല്ലോ. നിങ്ങൾ എൻ്റെ ഓഫീസിൽ വിളിച്ചിരുന്നു അല്ലേ? സാറിപ്പോൾ എവിടെയാ?
എനിക്ക് സാറിന് ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ. എനിക്ക് ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. അതിനിടയിൽ വെറുതെ നിങ്ങൾ... സാർ, എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യമല്ല, സാറിൻ്റെ കാര്യമാണ്. സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാര്യം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമോ? സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ. പ്ലീസ് ബിലീവ് മീ സാർ. സാർ എവിടെയാണെങ്കിലും ഞാൻ വന്ന് കണ്ടോളാം. ഓക്കെ, ആകാശവാണിക്കടുത്ത് അൽക്കാ വെഞ്ചേഴ്സിന്റെ പണി നടക്കുന്ന ഫ്ലാറ്റ്. 10 മിനിറ്റ് കൂടി ഉണ്ടാവും ഞാനിവിടെ. ഓക്കെ സാർ, ഞാൻ തൊട്ടടുത്തുണ്ട്. ഇപ്പം എത്തിക്കോളാം. ഇവൻ ഈ സിറ്റി തന്നെ ഉണ്ടോ? ഒന്ന് സ്കെച്ച് ചെയ്യണം. എത്രയും പെട്ടെന്ന്. ഓക്കെ. വേഗം വാടാ. തൂക്കണവനെ. വേഗം. ഹലോ, അവന് പിന്നെ കൺമുമ്പിലുണ്ട്. അവനെ ബ്ലോക്ക് ചെയ്യും. ഞാൻ ഉടനെ വരാം. ശരി, ഓക്കെ. എന്താ?
എടാ നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞതല്ല അവളെ അടുത്ത് ഉണ്ടാവണമെന്ന്. ഞാൻ എന്നെ എത്ര നേരം ഫോൺ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്? പിന്നെ ആൻഡ്രിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഹോസ്പിറ്റൽ അഡ്മിറ്റാ. നീ വാ. ഏതാ റൂം? സെക്കൻഡ് ഫ്ലോർ 205. ഞാൻ ലിഫ്റ്റിൽ തരാം, കുട്ടി വരണം. അല്ലേ വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയ വേദന. എന്താ പറ്റിയേ? പറ്റിയതിന്റെ കാരണം നീയാ. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാ റോഡ് ക്രോസ് ചെയ്ത്. ഇടിച്ച വണ്ടി ഏതാണ്? അവരോടെ അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്റെ മിസ്റ്റേക്ക് അല്ലേ? ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല, നിന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ബെസ്റ്റ്. ഈ ഒരു നിസ്സാര ആക്സിഡന്റിന് നീ നിന്റെ CID പണി തുടങ്ങല്ലേ? ആൻഡ്രിയ, നിനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഉണ്ട്. ആരാ? നീ അല്ലാതെ ആൻഡ്രിയ, തമാശയല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നിന്റെ സ്കൂൾ, കോളേജ്, ഓർഫനേജില് ആരെങ്കിലും ശത്രുക്കളായിട്ട്? അതെ അർജുൻ, പ്രേം ഇങ്ങനെ അസ്ഥിക്ക് പിടിച്ചാൽ അതും പ്രശ്നമാണേ. എടോ, അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇനി നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ട. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൂടെ വന്നോളാം. ഓക്കെ. വേടാ. സാർ ഇതുവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വഴി ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തൂടെ പ്ലീസ്? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? മരണം മുന്നിൽ വന്ന് കളിക്കുമ്പോൾ അവളുടെ ഒരു എടാ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആൻഡ്രിയ അറിയണ്ട. മൊത്തം കയ്യിൽ നിന്ന് പോവാണല്ലോ. ഹലോ, വിഷയുടെ ആന്റണിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ 3 ദിവസത്തെ ഫുൾ കോൾ റെക്കോർഡ്സ് എനിക്ക് വേണം, എസ്പെഷ്യലി ലേഡീസിന്റെ നമ്പർ. പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ ശരി, വെച്ചോ. This is for you, my sweetheart. ഇതെന്താ സെയിം പ്രസന്റ് വീണ്ടും? ഈ പ്രസന്റ് ഞാൻ നിനക്ക് മുമ്പ് തന്നിരുന്നോ? പിന്നെ ലാസ്റ്റ് ഇയർ. തരും, ഞാൻ തരും, എല്ലാ വർഷവും തരും. നമ്മൾ അമ്മ കണ്ണിന്റെ ഓർമ്മയ്ക്ക്. അതാണ് എന്റെ സ്നേഹം. ഫോൺ ഓഫാ. എന്റെ ഫോൺ എടുക്ക്, പിടിക്ക്. ഹലോ ലോലിത. യെസ്. ആ ഫോണൊന്നും ആന്റണി കൊടുത്തേ. ഏത് ആന്റണി? നിന്റെ കൂടെ കിടക്കുന്ന ആന്റണി. കൊടുക്കടി. ഹലോ. ഹലോ ആന്റണി സാർ. ആരാ നീ? ഈ ഫോണിലേക്ക് വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഈ ഫോണിൽ വിളിച്ചാലേ ഇപ്പൊ നിങ്ങളെ കിട്ടുമെന്ന് എനിക്കറിയാം സാർ. ഞാൻ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിളിച്ചതല്ല. നിങ്ങളുടെ ജീവൻ ആപത്തിലാണ്. നിങ്ങളുടെ പുറകിൽ ആരോ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളെ മരണത്തിന് രക്ഷിക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് നിങ്ങൾ നേരിട്ടൊന്ന് കാണണം, ഇപ്പൊ തന്നെ. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നീ ആരാടാ? എന്റെ പേര് മാത്രമേ നിനക്കറിയൂ. ഈ ആന്റണിക്ക് എന്തെല്ലാം സാധിക്കുമെന്ന് നിനക്കറിയില്ല. ആന്റണി ഐസക് സാമ്യുൽ, റിട്ടയർഡ് കേർണൽ ഐസക് സാമ്യുലിന്റെ ഒറ്റമകൻ. ജനനം 2579. അമ്മ പ്രജിത, റിട്ടയർഡ് ഹെഡ് സ്കൂൾ മിസ്ട്രസ്. എക്സ്പോർട്ടേഴ്സ് 4 ബ്രാഞ്ചുകൾ, 2 കേരളത്തിൽ, 1 ബാംഗ്ലൂർ, 1 കാലിക്കറ്റ. ഓൾ ഇന്ത്യ ലെവലിൽ 6 കാർ ഷോറൂമുകൾ. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ 160 കോടി.
ബാങ്കിലേക്കുള്ള തിരിച്ചടവ് 50,65,70,791. Am I correct, Anthony? Your last 3 days on 17th, High Court Advocate Vinay Nambiyude ഭാര്യ ഗായത്രിക്കൊപ്പം ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച് റൂം നമ്പർ 406. The next day, സാൻഡ്ര മനക്കാട് മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റിനൊപ്പം കുമരകം ഹൗസ് ബോട്ടിൽ വെച്ച്. And now, with Lolita. Husband Peter died last year, right? മരിച്ചതോ അത് കൊന്നതോ? ശരി, ഞാൻ വരാം. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്?